നമ്മുടെ പ്രാർത്ഥനയിൽ ഇത്രയും അസ്വസ്ഥത വരാൻ എന്താ കാരണം? പിശാചിൻ്റെ ഒറ്റ ആഗ്രഹമുള്ളൂ, ഞാനും നിങ്ങളും പ്രാർത്ഥിക്കരുത്, പ്രാർത്ഥിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ശ്രദ്ധിച്ചോ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്നുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയാണ്. ഒരമ്മച്ചി പറഞ്ഞത് ഇങ്ങനെയാണ്, മക്കളൊക്കെ ഇച്ചിരി വഴിതെറ്റി പോയപ്പോൾ ആ അമ്മച്ചിയുടെ പ്രാർത്ഥനയ്ക്കൊക്കെ വരുന്ന അമ്മച്ചി പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മയ്ക്കും ഇത്രയെങ്കിലും ഒക്കെ ഒരു അറിവുണ്ടായിരുന്നെങ്കിൽ ഞാനും ഇതൊക്കെ കുറെ കണ്ടു പഠിച്ചേനെ. ഞാനിത് കണ്ടു പഠിച്ചായിരുന്നെങ്കിൽ എൻ്റെ മക്കൾ ഇച്ചിരി ആയപ്പോ തൊട്ട് ഞാനിതൊന്ന് പറഞ്ഞു കൊടുത്തേനെ. ഇപ്പൊ പറഞ്ഞു കൊടുത്താൽ ഏക്കുന്ന പ്രായമല്ല, ഇപ്പൊ പറഞ്ഞു കൊടുത്താൽ അത് ഏക്കുകയല്ല, ഇപ്പം പ്രതികരിക്കുന്ന പ്രായമായി. ഇപ്പോഴാണ് അമ്മച്ചി പറയാ, കുറച്ചുകൂടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ ഒരു 10 വർഷം മുമ്പ്. ശ്രദ്ധിച്ച്, നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, കുറച്ചുകൂടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, കുറച്ചുകൂടിയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ സാഹചര്യങ്ങൾക്ക് മാറ്റം വരും. ഇനി ശ്രദ്ധിച്ചു നോക്കിക്കോ, കോടാനുകോടി ആസ്തിയുള്ളവൻ തകർന്നിട്ടുണ്ട്. 450 ഏക്കർ സ്ഥലമുണ്ടായിരുന്ന തമ്പുരാൻ എന്ന് വിളിച്ചിരുന്ന കണ്ണൂർ ജില്ലയിലെ ഒരാൾ തകർന്നിട്ടുണ്ട്. വലിയ സാമ്പത്തിക ചുറ്റുപാടും ഭദ്രതയുള്ളവരും തകർന്ന് കൂലിപ്പണിയേണ്ട അവസ്ഥയിലെത്തിയിട്ടുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ ഇന്നുവരെ ഒരു ശക്തിക്കും തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിൽ ശത്രു ഭയപ്പെടുന്ന ഒറ്റ കാര്യമുള്ളൂ, അത് എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയാണ്. പക്ഷെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രശ്നമുണ്ട്, ഒരു പ്രശ്നം. അതായത് ഇവിടുന്നാണ് ഞാനത് പഠിച്ചത്. പ്രശ്നം ഇതാണ്, ഒന്നല്ല 10 പേരെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോൾ പ്രാർത്ഥിക്കാനൊന്നും കാണുന്നില്ലല്ലോ. പലപ്പോഴായിട്ട് ചോദിച്ചു, പ്രാർത്ഥിക്കാൻ കാണുന്നില്ലല്ലോ. അപ്പോൾ അവർ പ്രാർത്ഥിക്കാൻ വരാനുണ്ടായ ഒരു കാരണം കടബാധ്യതയായിരുന്നു, അത് സ്ഥലം വിറ്റ് തീർന്നു, ഇനിയിപ്പോൾ വരേണ്ട കാര്യമില്ല. വേറൊരാളുടെ മകനുമായി കല്യാണ കാര്യമായിരുന്നു, അത് കല്യാണം ആഘോഷമായിട്ട് നടന്നു, ഇനിയിപ്പോൾ വരേണ്ട കാര്യം. ചില ഒരു പ്രശ്നമായിരുന്നു, അത് മാറാൻ വേണ്ടിയായിരുന്നു വന്നത്, അത് തീർന്നു. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രശ്നം പറയട്ടെ, നമ്മളെല്ലാം കടം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? കടം മാറുന്നവരെ പ്രാർത്ഥിക്കുള്ളൂ. കടം മാറിക്കഴിഞ്ഞാൽ നമ്മൾ അതെല്ലാം അങ്ങ് പെട്ടെന്ന് മറക്കും. വീണ്ടും നമ്മളൊരു പ്രശ്നം മാറാൻ വേണ്ടിയാ പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ പ്രശ്നം മാറുന്നത് വരെ അനേകം ആളുകൾ പ്രാർത്ഥിക്കുന്നുള്ളൂ. പ്രാർത്ഥന പ്രശ്നമുള്ളപ്പോഴും പ്രതിസന്ധി ഉള്ളപ്പോഴും ഒരു വിഷമം വരുമ്പോഴും രോഗം വരുമ്പോഴും മാത്രമാണ് നമ്മളിൽ കടന്ന് ശക്തിപ്പെടുന്നത്. ഒരു പ്രശ്നവും ഇല്ലാത്തപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാത്തത്? ഒരു പ്രശ്നവും ഇല്ലാത്ത ഒത്തിരി പേര്, ഒരുപാട് പേര് ടിവിയുടെ മുമ്പിലും മൊബൈലിന്റെ മുമ്പിലും കൂട്ടുകാരുടെ മുമ്പിലും ആയിരിക്കും, ഇഷ്ടംപോലെ സമയം ചെലവഴിക്കാനുണ്ട്. അപ്പോൾ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് ഒരു ബോധ്യം ഇല്ലാത്തതുകൊണ്ടാണ്. ശ്രദ്ധിച്ച്, എനിക്കും നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു വർഷം ഉണ്ടെന്ന് കരുതുക. 10 വർഷമായിട്ട് ഒരു പ്രശ്നവും ഇല്ല, നല്ല സന്തോഷത്തിലാണ് പോകുന്നത്. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? കടമൊന്നുമില്ലല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ, ഞങ്ങൾക്ക് ആർക്ക് രോഗമൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു കാര്യം ഓർത്തു, എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഒരു പ്രശ്നവും ഇല്ലെങ്കിലും ഞാനും നിങ്ങളും പ്രാർത്ഥിക്കേണ്ടത് എന്തിനാണെന്നറിയാമോ? എനിക്ക് ഇനി എന്ത് ഒരു പ്രശ്നം വന്നാലും ദൈവം തക്ക സമയത്ത് അവിടെ പ്രവർത്തിക്കും. പ്രാർത്ഥനയുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ. പറഞ്ഞേ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ വേറൊരു അപ്പച്ചൻ പറഞ്ഞത്, എൻ്റെ വീട്ടിൽ ഒരു കാര്യത്തിന്റെ കുറവേ ഉള്ളൂ, ഒരു ഒപ്പീസിന്റെ കുറവ്. വേറെ ഒരു കുറവും എൻ്റെ വീട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥയിലില്ല. ഒരു CD പ്ലെയറിലാണെങ്കിൽ തന്നെ ഒരു ഒപ്പീസ് വെച്ചാൽ ഓക്കെയാണ്. കാരണം ഈ വീട്ടിൽ അത്രയും ദുഃഖത്തിലാണ് ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും കഴിയുന്നത്. ഒറ്റ കുറവേ ഉള്ളൂ, ഒരു ഒപ്പീസിന്റെ കുറവ്. ഞാൻ പറഞ്ഞു, ഒരു ഒറ്റ ഒപ്പീസിന്റെ അല്ല കുറവ്, ഈ ചേട്ടൻ കണ്ടുപിടുത്തം ഒപ്പീസും കൂടി ഉണ്ടെങ്കിൽ ഇപ്പൊ എല്ലാം നല്ല ഓക്കെ. ഈ കുടുംബത്തിന്റെ കുറവ് പ്രാർത്ഥനയുടെ കുറവാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഈ കുടുംബത്തിൽ ഇങ്ങനെ ഒരു അസ്വസ്ഥത വന്നതും പ്രാർത്ഥനയുടെ കുറവ്. ഞാൻ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് വരട്ടെ. വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ ശ്രദ്ധയോടെ കേട്ട്. കാരണം ഇന്ന് എൻ്റെ കൂടെയും നിങ്ങളുടെ കൂടെയും ദൈവം നിൽക്കുന്നത് എന്തിനാണെന്നറിയോ? എന്നെയും നിങ്ങളെയും രക്ഷിക്കാനാണ്. ഹല്ലേലൂയ. എന്നെയും നിങ്ങളെ ഇവിടെ വച്ച് രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതാണ്. ശ്രദ്ധിച്ചു കേട്ടു. ലൂക്കാ സുവിശേഷത്തിൽ അതിൻ്റെ എഴുതിയിരിക്കുന്നത്, ന്യായാധിപനും വിധവയും, 2 സ്വഭാവമുള്ള 2 പേർ. ന്യായാധിപനും വിധവയും. ന്യായാധിപന്റെ പ്രത്യേകത എന്നറിയോ? ഒരു ക്രൂരനായ മനുഷ്യൻ. വിധവയോ ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു സ്ത്രീയാണ് താനും. ഒരു സ്ത്രീ, 2 സ്വഭാവമുള്ള ആൾ. അതിന് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, 18-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ ഈശോ ഒരു ഉപമ അവരോട് പറഞ്ഞു. പറഞ്ഞു ഹല്ലേലൂയ. ഈ ഉപമ ഈശോ അവരോട് പറഞ്ഞ ഒറ്റ വാക്ക് എഴുതിയിട്ടാണ്. ഭഗ്നാശരാകാതെ എപ്പോഴും, 10 ദിവസമല്ല, ഒരു രോഗം മാറുന്നവരെയല്ല, ഈ കഷ്ടപ്പാടൊന്ന് തീരുന്നവരെയല്ല, എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ ഈശോ ഒരു ഉപമ അവരോട് പറഞ്ഞു. അതിൽ എഴുതിയിരിക്കും അടുത്ത വചനം,
ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു രായാധിപൻ ആ നാട്ടിൽ ഉണ്ടായിരുന്നു. അതേ നാട്ടിൽ, അതേ പട്ടണത്തിൽ ഒരു വിധവയും അവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അടുത്ത വചനം ഇങ്ങനെയാണ്: ഈ വിധവ ഒരു മനസാക്ഷിയില്ലാത്ത, ഒരു സ്നേഹം ആരോടും ഇല്ലാത്ത ഒരു ക്രൂരനായ മനുഷ്യനായ ന്യായാധിപന്റെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ് ഒരു കാര്യം, എനിക്ക് നീതി നടത്തി തരുമോ? ആരോടാ ചോദിക്കുന്ന നോക്കണം. ഒരു മനസാക്ഷിയില്ല, ആരോടും ഒരു അലിവുമില്ല, ഒരു സ്നേഹവും ഇല്ല, ഒരു പരിഗണനയും കൊടുക്കാത്ത ഒരു ദുഷ്ട മനുഷ്യനോട് ഒരു പാവപ്പെട്ട സ്ത്രീ വന്ന് ചോദിക്കുകയാണ്, നീതി നടത്തി തരാവോ? എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, 4-ാമത്തെ വാക്യം. അവൻ അത് മൈൻഡ് ചെയ്തില്ല. എഴുതിയിരിക്കുന്ന വചനം ഇങ്ങനെയാണ്: കുറെ നാളത്തേക്ക് അവൻ അത് ശ്രദ്ധിച്ചു പോലുമില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെയോ മനുഷ്യരെയോ ഭയപ്പെടാത്ത ഒരാളാ. ഈ വിധവ കുറെ നാളായല്ലോ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ട് ഇവളോടൊരു കരുണ കാണിച്ചാലോ. അടുത്ത വചനം എഴുതിയിരിക്കുകയാണ്, 7-ാമത്തെ വാക്യം. കർത്താവ് പറഞ്ഞു, ശ്രദ്ധിച്ചു കേട്ടെ, ന്യായാധിപൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ദൈവം പറയുവാണ്, ഈശോ പറഞ്ഞു, ന്യായാധിപൻ പറഞ്ഞ എന്നാണ്? ആരോടാണ് ഈ വിധവ ചോദിച്ചത്? ഒരു സ്നേഹമില്ലാത്ത, കരുണയില്ലാത്ത മനുഷ്യനോട് ചോദിച്ചിട്ട് പോലും അവൻ പോലും ചിന്തിക്കുക, എന്തെങ്കിലും ചെയ്ത് കൊടുത്തേക്കാം, കരുണ കാണിച്ചേക്കാം. എന്നിട്ട് ഈശോ പറയാണ്, അങ്ങനെയെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത, നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥന ചെവി ചായ്ച്ച് കേൾക്കുന്നവനാണ്. സങ്കീർത്തന വചനത്തിൽ അത് എഴുതിയിട്ടുണ്ട്. പറഞ്ഞു ഹല്ലേലൂയ. എന്താണ് പ്രത്യേകത? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ചെവി ചായ്ച്ച് കേൾക്കുന്ന ദൈവമാണ്. ആ ദൈവത്തോട് എഴുതിയിരിക്കുകയാണ്, അങ്ങനെയെങ്കിൽ ഈ ദുഷ്ടനായ മനുഷ്യൻ പോലും ഇങ്ങനെ ചിന്തിച്ചെങ്കിൽ കരുണയുള്ള ദൈവം, കരുണയുടെ ഉടയവനായ ദൈവം രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന പ്രിയപ്പെട്ടവരോട് കരുണ കാണിക്കാതിരിക്കുമോ? വേഗത്തിൽ അവരോട് ഞാൻ കരുണ കാണിക്കും, നീതി നടത്തി കൊടുക്കും. പറഞ്ഞു ഹല്ലേലൂയ. ഉറക്കെ പറയാം ഹല്ലേലൂയ. ശ്രദ്ധിച്ച്, ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത് എപ്പോഴും പ്രാർത്ഥിക്കണം എന്നതിനെ കുറിച്ചാണ്. എപ്പോഴും പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയോളം ശക്തിയുള്ള ഒന്നുമില്ല ഈ ലോകത്തിൽ. ഒരു ശക്തിയെ തകരാത്തതുള്ളൂ. ബുദ്ധിശക്തി തകരും, സാമ്പത്തിക ശക്തി തീരും, പക്ഷെ പ്രാർത്ഥനയുള്ള ഒരു ആത്മബലമുള്ള ഒരു മനുഷ്യനെ ഒരു ശക്തിക്കും തകർക്കാൻ പറ്റില്ല. നിങ്ങൾ ഓർത്തോ, എന്നും മനസ്സിലാക്കിക്കോ, ശ്രദ്ധിച്ചോ. ബുദ്ധിശക്തിയുള്ളവനെ തോപ്പിക്കാം, പൈസയുള്ളവനെ തോപ്പിക്കാം, ആരോഗ്യമുള്ളവനെ തോപ്പിക്കാം, പവറുള്ളവനെ തോപ്പിക്കാം, പക്ഷെ പ്രാർത്ഥനയുള്ള ഒരു ആത്മ മനുഷ്യനാണെങ്കിൽ ആര് വിചാരിച്ചാലും തോൽപ്പിക്കാൻ കഴിയില്ല. പറഞ്ഞു ഹല്ലേലൂയ. ഒരു സങ്കടത്തിനോ ഒരു രോഗത്തിനോ ഒരു പ്രതിസന്ധിക്കോ തോൽപ്പിക്കാൻ കഴിയാത്തത് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ. എവിടെയെങ്കിലും പെട്ടെന്ന് തോറ്റുപോകുന്നവരായിരിക്കും നമ്മൾ. ഒരു ചെറിയ പ്രശ്നത്തിന്റെ മുമ്പിൽ പോലും മുഖം പെട്ടെന്ന് വാടുന്നവരും തോക്കുന്നവരും. ശ്രദ്ധിച്ചോ, പ്രാർത്ഥനയുടെ ആത്മബലമുള്ള മനുഷ്യനെ ഒരു ശക്തിക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചോ, നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. ഒരു മനുഷ്യന് പ്രാർത്ഥനയുടെ ശക്തി അറിഞ്ഞാൽ അവൻ എപ്പോഴും മൊബൈൽ നോക്കിയിരിക്കുകയല്ല, അവൻ കാര്യത്തിന് അത് എടുക്കുള്ളൂ. ഒരു വ്യക്തിക്ക് പ്രാർത്ഥനയുടെ വില അറിഞ്ഞാൽ TV ഓൺ ചെയ്ത് പെടഞ്ഞിരിക്കൂല, അവിടെ ഇരിക്കില്ല. അവൻ ബോധപൂർവം ചെന്ന് ഇത് വേണ്ടെന്ന് വെക്കും, ഇത് വേണ്ട, ഇപ്പൊ കാണുന്നില്ല, ഈ ഫോൺ എടുത്ത് മാറ്റി വെക്കും. ഇത്രയും പൈസയൊന്നും റീചാർജ് ചെയ്യേണ്ട വരില്ല, കുറയ്ക്ക് ഓട്ടോമാറ്റിക്. പ്രാർത്ഥനയുടെ ശക്തി അറിഞ്ഞാൽ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ച ഒരു വചനം പറയട്ടെ. ഈ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് അറിയുമ്പോൾ, മോശ ഒരു ഭയമുള്ള ഒരാളായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ. പിന്നെ എപ്പോഴാ മോശ ശക്തിപ്പെട്ടത്? മോശ എപ്പോഴാണോ കത്തിജ്വലിക്കുന്ന ഒരു മുൾപ്പടർപ്പ് കണ്ടത്, അതിൽ ദൈവത്തിന്റെ സ്വരം കേട്ടത്, എന്നാണോ അവൻ പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനായത്, അപ്പോൾ മുതൽ മോശ ഉയർന്നു ശക്തിപ്പെട്ടു. പറഞ്ഞു ഹല്ലേലൂയ. ഒരിക്കൽ കൂടി പറയാം, മോശ ശക്തിപ്പെട്ടത് പ്രാർത്ഥിക്കുന്ന മനുഷ്യനായപ്പോഴാ. ഒരു കാര്യം ശ്രദ്ധിച്ചു, ഫറവോ എന്ന രാജാവ് ആരുടെയെങ്കിലും മുമ്പിൽ മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിലാണ്. എന്തുകൊണ്ട്? ഇസ്രായേൽ ജനം സംഘടിച്ചത് കൊണ്ടല്ല, അവർക്ക് ആരോഗ്യമുള്ളത് കൊണ്ടല്ല. ഇസ്രായേൽ ജനം പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോഴാണ് ശത്രുവായ ഫറവോ പോലും ഭയപ്പെട്ടത്. ശത്രു ഭയപ്പെടുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും. ഹല്ലേലൂയ. ഫറവോ എവിടെയെങ്കിലും മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ അത് പ്രാർത്ഥിക്കുന്ന മോശയുടെ മുമ്പിൽ മാത്രമാണ്.
പ്രാർത്ഥിക്കുന്ന മോശയുടെ മുമ്പിൽ മാത്രം മുട്ടുമടക്കി. അതുകൊണ്ടാണ് ഒരാൾ പറഞ്ഞത്, ഇച്ചിരി ഒന്ന് നേരത്തെ ഒരു 10 വർഷം മുമ്പ് ഇച്ചിരി ഒന്ന് പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ നിങ്ങൾക്കും ഇങ്ങനെ ഒരു ആഗ്രഹം വേണം. ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോ, ഒരു കാര്യം പറയട്ടെ. ഈശോ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് എന്നാ തോന്നി? പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം തോന്നി. ഹല്ലേലൂയ. ബൈബിളിലുണ്ട്, ഈശോ ഒരു സ്ഥലത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർക്കൊരു ആഗ്രഹം. എന്നറിയോ? അതുപോലെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അങ്ങനെ ഒരു ദുഃഖത്തിൽ നിന്നാ ചെന്ന് ചോദിക്കുന്നത്, എന്ത്? ഞങ്ങളെയും കൂടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാമോ? ഹല്ലേലൂയ. ശ്രദ്ധിച്ച്, എപ്പോഴാണ് ചോദിച്ചത്? നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ആരുടെയെങ്കിലും പ്രാർത്ഥന കണ്ട്, ഈ പ്രാർത്ഥന പലരുടെയും പ്രാർത്ഥന കണ്ട് പലരും പ്രാർത്ഥന നിർത്തി, പലരുടെയും പ്രാർത്ഥനാ രീതി കണ്ട് വീട്ടിൽ തന്നെ മിണ്ടിപ്പോകരുതെന്ന് പറയേണ്ട അവസ്ഥ വന്നു. പക്ഷെ ഈശോ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു, അതുപോലെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ശിഷ്യന്മാര് പോലും ആഗ്രഹിച്ചു, പ്രാർത്ഥിക്കാനൊന്നും പറ്റിയിരുന്നെങ്കിൽ, കുറച്ചുകൂടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ, കുറച്ചുകൂടി ഒന്ന് ദൈവത്തോട് ചേർന്നായിരുന്നെങ്കിൽ. നിങ്ങളോർത്തോ, പ്രാർത്ഥന അതെന്തേരെ കൂടിയാലും നഷ്ടമാകത്തില്ല, അതൊന്നിനൊന്നിന് ശക്തിപ്പെടുകയേ ഉള്ളൂ. പറഞ്ഞു ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് അത്രമേൽ ശക്തിയുണ്ട്. ഇനി ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയട്ടെ. എല്ലാ മനുഷ്യരും വിജയിക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. ആണോ അല്ലയോ? എല്ലാ മനുഷ്യരും രക്ഷപ്പെടണം. ഇങ്ങനെ തകർന്ന് തരിപ്പണമായ വീടുമില്ല കൂടുമില്ല, ഇങ്ങനെ കുടിച്ചു മദ്യപിച്ച് വഴിയിലും കിടന്ന് ഇങ്ങനെ കിടക്കണം ദൈവത്തിന്റെ ആഗ്രഹമല്ല. ദൈവത്തിന്റെ ആഗ്രഹം ഈ കുടുംബം രക്ഷപ്പെടണം, ഈ വ്യക്തി രക്ഷപ്പെടണം, ഈ മകള് രക്ഷപ്പെടണം, എല്ലാവരും രക്ഷപ്പെട്ട് ഉയരണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. പക്ഷെ നടക്കുന്നില്ല. നമ്മളിൽ അത് സംഭവിക്കാത്തതിന് ഒരു കാരണം പറയാം. എല്ലാ മനുഷ്യരിലും ജനനം മുതലേ ദൈവം ഒരു വിത്തിട്ടിട്ടുണ്ട്, ഒരു കഴിവും സിദ്ധിയും ദൈവം കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ. എല്ലാ മനുഷ്യരും, എനിക്കും ഇവിടെ എല്ലാ മനുഷ്യർക്കും ദൈവം ഒരു കഴിവ് ജന്മനാ തന്നിട്ടുണ്ട്. ഒരു വിത്ത് മണ്ണിലിട്ടാൽ അത് കിളിർക്കണമെങ്കിൽ വെള്ളത്തിന്റെ നനവും, വളരണമെങ്കിൽ വളവും വെള്ളവും കിട്ടിക്കൊണ്ടേയിരിക്കണം. ഇതുപോലെ തന്നെയാണ് ദൈവം എന്റെ ജനന സമയത്ത് നമുക്കെല്ലാവർക്കും ഒരു കഴിവും സിദ്ധിയും തന്നിട്ടുണ്ട്. ചിലർക്കത് ഒരു ബിസിനസ് നടത്താനുള്ള കഴിവായിരിക്കും, ചിലർക്ക് നന്നായി കൃഷി ചെയ്യാനുള്ള കഴിവായിരിക്കും, ചിലർക്കൊരു ഡോക്ടർ ആകാനും, ചിലർക്കൊരു എഞ്ചിനീയർ ആകാനും. എങ്ങനെ രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും ദൈവം ഒരു വിത്ത് പോലെ നിങ്ങളുടെ ഉള്ളിലിട്ടിട്ടുണ്ട്. പിന്നെന്താ ഞാൻ രക്ഷപ്പെടാത്തതെന്ന് നമ്മൾ പലരും ചോദിക്കും. ഈ വിത്ത് ചുമ്മാതെ അങ്ങനെ വളരത്തില്ല. ശ്രദ്ധിച്ചോ, ഇത് പ്രാർത്ഥനയുള്ള മനുഷ്യരിലെ ഈ വിത്ത് വളരത്തുള്ളൂ. പലരും രക്ഷപ്പെടാത്തതിന്റെ കാരണം ദൈവം തന്നിരിക്കുന്ന സിദ്ധിയെ, ദൈവം തന്നിരിക്കുന്ന കഴിവിനെ പ്രാർത്ഥനയോടെ വളർത്തിയിട്ടില്ല. അവനവന്റെ കഴിവും ബുദ്ധിയും അനുസരിച്ച് വളർത്തിയിട്ടുണ്ട്. അത് കുറച്ചുനാൾ വളർന്നു, പിന്നെ മുരടിച്ചു. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരിലും ഈ വിത്തുണ്ട്. ഓരോ വ്യക്തിക്കും ദൈവം എന്തെങ്കിലും ഒരു കഴിവ് തന്നിട്ടേ വിടുകയുള്ളൂ. ഒരു കഴിവുമില്ലാത്ത ഒരാൾ ഈ ലോകത്തിലില്ല. ചുരുങ്ങിയ ആളുകൾ രക്ഷപ്പെടാൻ കാരണം അവർ വളരെ ചെറുപ്പത്തിലെ പ്രാർത്ഥനയിൽ ആ വിത്ത് മുളച്ച് അവർ രക്ഷപ്പെട്ടു. ചില ആളുകളെ നിങ്ങൾ നോക്കിയിട്ട് പറയാറില്ലേ, ഈ കുടുംബം എന്നാ രക്ഷപ്പെടാഞ്ഞ പോയേ, എന്താ ഈ മക്കൾ നല്ല മിടുക്കനായിരുന്നല്ലോ, നന്നായിട്ട് പഠിക്കാൻ കഴിവുള്ള പിള്ളേരായിരുന്നല്ലോ, എവിടെ എത്തിയില്ലല്ലോ, എന്തുകൊണ്ട് ഈ വ്യക്തിക്ക് നല്ല മിടുക്കനായിരുന്നല്ലോ, ഇയാൾ എന്തുകൊണ്ട് നല്ലൊരു വീട് വെച്ചിട്ടില്ല. ദൈവം തന്നിരിക്കുന്ന കഴിവും സിദ്ധിയും ഒരാളിൽ വളരണമെങ്കിൽ പ്രാർത്ഥനയുള്ള വ്യക്തികളിലെ അത് വളരത്തുള്ളൂ. പറഞ്ഞു ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈശോ പോലും പ്രാർത്ഥിച്ച് നമുക്ക് കാണിച്ചു തന്നത്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിച്ച്, ഞാനും നിങ്ങളും എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം ഇതാണ്. എന്നിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ഒരു കഴിവ്, അത് ബിസിനസ് ആകാം, ജോലി ചെയ്യാനാകാം, അധ്വാനിക്കാനാകാം, ആ കഴിവ് വളർന്ന് ഫലം ചൂടണമെങ്കിൽ പ്രാർത്ഥനയുടെ സപ്പോർട്ട് 4 ചുറ്റിനും വേണം. അതുകൊണ്ടാ പറഞ്ഞത് കുറച്ചുകൂടി ഒന്ന് പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ എന്ന് എല്ലാ വ്യക്തികളും ആഗ്രഹിക്കണം. അതുകൊണ്ടാണ് ചില വ്യക്തികൾ ചില തടസ്സമാണ്, ജോലി തടസ്സമാണ്, വിവാഹ തടസ്സമാണെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥന ഒരു സെക്കൻഡ് ഒരു പ്രാർത്ഥന കിട്ടുമ്പോഴേ കുറച്ച് നാൾ കഴിയുമ്പോൾ തടസ്സം മാറുന്നതിൻ്റെ കാരണം എന്തൊക്കെ ചെയ്തിട്ടും മാറാത്തത്, കുറഞ്ഞ ഒരു പ്രാർത്ഥന ചെല്ലുമ്പോഴേ മാറാൻ കാരണം എന്താ? പ്രാർത്ഥനയിൽ എത്ര വലിയ തടസ്സങ്ങളും മാറി മാറി വരും. പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി ഞാൻ നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ വീട്ടിൽ എല്ലാ ആളുകളുമുണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുക്കുന്നവരുണ്ട്. ആ വീട് പണിയാനും മക്കളെ രക്ഷപ്പെടുത്താനും ആഗ്രഹിക്കുന്നവരും, ചക്രശ്വാസം പെട്ട് പണിയെടുക്കുന്നവരും, വഴിയെ പോകുന്നതും പോലും ചിലരുടെ അധ്വാനം കണ്ട് കഷ്ടമെന്ന് പറയുന്ന അത്രയും അധ്വാനിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. ശ്രദ്ധിച്ചു നോക്കിക്കോ, നമുക്കൊരൊറ്റ കാര്യമേ കുറഞ്ഞു പോയിട്ടുള്ളൂ, അത് പ്രാർത്ഥനയുടെ കുറവാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, നമ്മുടെ കുടുംബത്തിൽ കറക്റ്റ് സമയത്ത് പായിട്ട് അവിടെ ദൈവത്തെ വിളിച്ചുള്ള പ്രാർത്ഥനയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രതിസന്ധിയിലും മുട്ടുമടക്കേണ്ടി വരത്തില്ല.
ആരുടെ മുമ്പിലും തലകുനിക്കേണ്ടി വരത്തില്ല. കാരണം പ്രാർത്ഥനയുള്ള മനുഷ്യൻ ആത്മബലമുള്ള മനുഷ്യനായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്, ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്കും ഉയർച്ചയ്ക്കും ഒറ്റ നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂ, യേശുവിൻ്റെ നാമം. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേക ശക്തി കിട്ടേണ്ട ഒരു വഴി, നമ്മൾ ഏത് വിഷയത്തിൽ പ്രാർത്ഥിച്ചാലും, ആവർത്തിച്ച് പറയാം, നമ്മളൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ വിശ്വാസത്തിന്റെ അകക്കണ്ണുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വിഷയം ദൈവം തന്നു, ദൈവം അനുഗ്രഹിച്ചു എന്ന് തന്നെ കാണണം. എന്നാൽ അത് നമ്മുടെ കൺമുമ്പിൽ കാണാനിടയാകും. ശ്രദ്ധിച്ചോ? എന്ത്? ഒരു വ്യക്തിയുടെ മാനസാന്തരം നിങ്ങൾ ആഗ്രഹിക്കുന്നു, പറഞ്ഞാൽ ആ വ്യക്തി നിങ്ങളെ തല്ലുമായിരിക്കും, ഉപദേശിച്ചാൽ ചിലപ്പോൾ നമ്മളോട് ദേഷ്യപ്പെടുമായിരിക്കും. ഒരു ഉപദേശവും വേണ്ട, നിങ്ങൾ ആ വ്യക്തിയുടെ മാനസാന്തരം കണ്ടു, ആ വ്യക്തി മാറി എന്ന് വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടാൽ നമ്മുടെ ഈ കണ്ണുകൊണ്ട് അത് ദൈവം കാണിച്ചു തരും. ഹല്ലേലൂയ. അതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു പ്രത്യേക പ്രാർത്ഥന എനിക്ക് ഇഷ്ടപ്പെട്ടു. 1 സാമുവേലിന്റെ പുസ്തകത്തിൽ അവിടെ 2 വ്യക്തികൾ, ഹന്നായും പെനീന്നായും. ഹന്നായിക്ക് മക്കളില്ല, പെനീന്നായിക്ക് മക്കളുണ്ട്. അതിനുശേഷം അവൾ 10-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഇതിനകത്ത് നമ്മൾ കാണുകയാണ്. അതിനുശേഷം ഇതിനകത്തൊരു സംഭവം നിങ്ങൾ വിശ്വസിക്കേണ്ട ഒരു കാര്യം, ഹന്നായിക്ക് ഒരു വിഷമം ഉണ്ടായപ്പോൾ എവിടേക്കാ ഓടിയത്? ദൈവത്തിന്റെ അടുത്തേക്ക്. ദൈവത്തിന്റെ അടുത്തേക്ക്. നിങ്ങൾക്കും എനിക്കും പ്രശ്നമുണ്ടായി, ഞാനും നിങ്ങളും ദൈവത്തിന്റെ അടുത്തേക്ക് വന്നോണ്ടാ. നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഒരു കയറെ തീർക്കാം, ചില വിഷത്തെ തീർക്കാം. ഇതെന്തൊരു ജീവിതമാണ്! ഒരു വിഷത്തേലും ഒരു കയറേലും നമ്മുടെയൊക്കെ ജീവിതം പണ്ടേക്ക് പണ്ടേ തീരേണ്ട 100 സാഹചര്യങ്ങൾ വന്നിട്ടും നമ്മളെന്താ ഇന്നും പിടിച്ചു നിൽക്കുന്നേ? നമ്മുടെ ഉള്ളിൽ എത്രയോ എങ്ങനെയൊക്കെ പറഞ്ഞാലും പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനുള്ളത് കൊണ്ട് നമ്മൾ ഇന്നും പിടിച്ചു നിൽക്കുക. ആണോ അല്ലയോ? 100% കറക്റ്റാ. നമ്മളൊക്കെ പെട്ടെന്ന് മരിച്ചേക്കാം എന്ന് ചിന്തിച്ചപ്പോഴും നമ്മളെ പിടിച്ചു നിർത്തിയത് പണമല്ല, ആരോഗ്യമല്ല, സുഹൃത്തുക്കളല്ല, പ്രാർത്ഥനയുടെ ഒരു ബലം മാത്രമാണ്. ശ്രദ്ധിച്ച്, നിങ്ങൾക്ക് അഭിമാനിക്കാം. ഞാനും നിങ്ങൾക്കും ഒരു വിഷമം വന്നാൽ ദൈവസന്നിധിയിലേക്ക് ഓടി അണയുന്നെങ്കിൽ ടെൻഷൻ വേണ്ട. പക്ഷെ ഓർത്തോ, എല്ലാവരും അങ്ങനെ വരുന്നില്ല എന്ന് ചിന്തിക്കരുത്. ഇല്ല, 100-ൽ 10% ആളുകളെ പ്രശ്നം വരുമ്പോൾ ദൈവസന്നിധിയിലേക്ക് വരുന്നുള്ളൂ. ബാക്കി 80% ആളുകൾ വീട്ടിൽ തന്നെ ഇരിക്കുക. ഒരുപാട് ആളുകൾ ഇനിയും പ്രാർത്ഥിക്കാനുണ്ട്. ഒരുപാട് ആളുകൾ ദൈവത്തെ കുറെ കൂടി അറിയാനുണ്ട്. വളരെ ആളുകൾ ചിലർ അഭിമാനിക്കുക, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നവരൊക്കെ, ഞങ്ങളിങ്ങനെ എന്നും പള്ളിയിൽ പോകുന്നവരാ, ഇങ്ങനെ ആളുകളുടെ മുമ്പിൽ വലിയ പ്രാർത്ഥിക്കാൻ പോകുന്നവരാണെന്ന് മനസ്സ് തുറന്നൊരു പ്രാർത്ഥന ഇല്ലാത്തവരുണ്ട്. നമ്മളൊക്കെ സയൻറ്റിഫിക്കായിട്ടും തിയോളജിക്കലായിട്ടും ഫിലോസോഫിക്കലായിട്ടും ഒക്കെ നീണ്ടു നൂർന്ന് പ്രാർത്ഥിക്കാൻ അറിയാവുന്നവരാണേലും മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാൻ അറിയാവുന്നവർ കുറവാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ വിഷയത്തിൽ നിന്ന് മാറുന്നില്ല. ഈ വ്യക്തി, ഹന്ന എന്ന വ്യക്തി, ഒരു കുഞ്ഞു ജനിച്ചപ്പോൾ വീണ്ടും ദേവാലയത്തിൽ വന്നു പറഞ്ഞ വാക്യം ഇതാണ്. 1-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേട്ടെ. ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഈ കുഞ്ഞിന് വേണ്ടിയാ ഞാൻ പ്രാർത്ഥിച്ചതെന്ന് പറയുമ്പോൾ കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് ഈ ഹന്ന പ്രാർത്ഥിച്ചപ്പോൾ ഇപ്പോൾ കയ്യിൽ കിടക്കുന്ന ഈ കുഞ്ഞിനെ കണ്ടോണ്ടാണ് കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് ഹന്ന പ്രാർത്ഥിച്ചത്. അപ്പോൾ ഹന്ന ഏത് കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടാകും? വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട്. ഒരു കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് ഒരു കുഞ്ഞിനെ കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പുരോഹിതന്റെ അടുത്ത് ചെന്ന് പറയുന്നത്, പുരോഹിത, ഈ കുഞ്ഞിന് വേണ്ടിയാ ഞാൻ പ്രാർത്ഥിച്ചത്, എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് കണ്ടു പ്രാർത്ഥിച്ചാൽ അത് ഈ കണ്ണുകൊണ്ട് കാണാൻ ദൈവം ഇടയാക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ച്, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എല്ലാവരും ഓരോ പ്രതിസന്ധിയുടെ മുമ്പിലാണ്. ആ പ്രശ്നങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ കോട വന്നൊരു കാറ്റ് വന്നൊരു വെയിൽ വരുമ്പോൾ തീർന്നു എന്ന് പറഞ്ഞ പോലെ മാറിപ്പോകും. ഈ കോട 3-4 വർഷം ഇനി ഇങ്ങനെ കിടക്കുമെന്ന് ചിന്തിക്കേണ്ട. ഒരു അല്പം വെയിൽ വന്ന്, ഇച്ചിരി ചൂട് വന്നാൽ, ഒരു കാറ്റ് വന്നാൽ ഈ കോട പോയി. അറിഞ്ഞ നേരം കൊണ്ട് ഈ കോട പോവും. ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുള്ളൂ. ഉള്ളി പൊളിച്ചാൽ അതിൻ്റെ തോടിങ്ങനെ പൊളിച്ച് പോകുന്ന പോലെ തീരാവുന്ന പ്രശ്നങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കുമുള്ളൂ. ലോകത്തിൽ 20 വർഷത്തേക്ക് ഈ പ്രശ്നത്തിലായിരിക്കും. ആരും ചിന്തിക്കേണ്ട, മാറുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. നിങ്ങളുടെ എന്ത് പ്രശ്നമാണേലും എന്ത് ചെയ്യണം? ഞാനത് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണണം. എനിക്കൊരു ജോലി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചു, ഭയങ്കര തടസ്സമാണ് എനിക്ക് തോന്നുന്നത്. ജോലി കിട്ടി എന്ന് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണും. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടാൽ അത് നമ്മുടെ ഈ കണ്ണുകൊണ്ട് അത് നടത്തി ദൈവം കാണിച്ചും തരും. വിശ്വാസമുള്ളവർ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ.
അതുകൊണ്ട് ഓർത്തു, ഈ ലോകത്തിൽ ഒരാളെ മാത്രം തോൽപ്പിക്കാൻ പറ്റില്ല, പ്രാർത്ഥനയുടെ ആത്മബലമുള്ള മനുഷ്യനെ, പ്രാർത്ഥനയുള്ള വ്യക്തി ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. പണമുള്ളവരും വീടുള്ളവരും സമ്പത്തുള്ളവരും സൗന്ദര്യമുള്ളവരൊക്കെ വളരെ പെട്ടെന്ന് പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ പ്രാർത്ഥനയുള്ള മനുഷ്യനെ തോൽപ്പിക്കാനോ അതിനെതിരെ നിൽക്കാനോ ആർക്കും കഴിഞ്ഞിട്ടില്ല.